മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാലും പൈസ ഉണ്ടാക്കാം. കോഴിയെ വെട്ടുന്ന കത്തി, വെട്ടുകത്തി, വാക്കത്തി, കറിക്കത്തി, ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ ലീക്ക് ആണെങ്കിൽ ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ വന്ന് നിങ്ങൾക്ക് ശരിയാക്കി തരും. അയ്യോ, ബോസ് വിളിക്കണ്ടല്ലോ. ഹലോ ബോസ്. മുടലോട് ബോസും അല്ലേ? അതെ ബോസ്. ഒരു തല വെട്ടാണ്ടല്ലോ. ചെയ്യാം ബോസ്. ചെയ്യാന്ന് പറഞ്ഞാ ഇന്ന് തന്നെ ചെയ്യാം. ഇപ്പൊ തന്നെ ഉടനടി പോയി വെട്ടണം. ഓക്കെ ബോസ്. ലൊക്കേഷൻ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഇന്നടത്തെ പോലെ പറ്റിക്കരുത്. ഇല്ലില്ല, പറ്റിക്കില്ല. ബോസ്, ഒരു പ്രശ്നം ഉണ്ടല്ലോ ബോസ്. എന്താ പ്രശ്നം? കത്തിക്ക് മൂർച്ചയില്ല ബോസ്, തല വെട്ടണമെങ്കിൽ. എടാ, നീ ഇത്രയും വലിയൊരു ഗുണ്ടല്ലടാ. ഇത്രയും പ്രായമായല്ലോ നിനക്ക്. പോയി കാച്ചിക്കടാ നീ. ഞാൻ കാച്ചിക്കാം ബോസ്. അരിവ, കറിക്കത്തി, കത്രേ, മുറിച്ച കൂട്ടാൻ, ചാണയ്ക്ക് പിടിക്കാൻ, വെട്ടുകത്തി, വാക്കത്തി, കറിക്കത്തി, കത്രേ. കത്തി കാച്ചുവോ? ഇല്ല, ഞാൻ കാച്ചും. അപ്പൊ കാച്ചില് മാത്രമല്ല, തൊടുപുഴ മൂലമറ്റം ഏരിയയില് വീടുകളിൽ കയറി പല പണികളും ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്യുന്ന രാജൻ ചേട്ടന്റെ അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ രാജൻ ചേട്ടൻ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്, ഇതൊക്കെയൊന്ന് പറഞ്ഞു രാജൻ ചേട്ടാ. ഞാൻ പറയാം. അതെ, വണ്ടി എന്റെ വണ്ടി ഒന്ന് കാണിച്ചു തരാം. അതെ, ഇതാണ് നമ്മുടെ വാഹനം. ഇതാണ് കത്തി മുറിച്ച് വെക്കുന്ന സാധനം. നമ്മൾ വീടുകളിൽ പോയി പണിയുന്നത് മിക്സി, ഗ്യാസ് സ്റ്റവ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഫാന്, വെള്ളം അടിക്കുന്ന മോട്ടർ, സകല പരിപാടി. വെള്ളം അടിക്കുന്ന ആ വെള്ളമല്ല കേട്ടോ, നമ്മള് ഈ പമ്പ് കിണറ്റിന്ന് വെള്ളം അടിക്കുന്ന മോട്ടർ, എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മള് മൂലമറ്റം തൊടുപുഴ ഏരിയയിൽ ചെയ്യുവാണ്. ചേട്ടന്റെ വീട് മൂലമറ്റത്തല്ലേ? മൂലമറ്റം. ഇപ്പൊ താമസിക്കുന്നത് നമ്മുടെ 12-ാം മൈൽ അമ്പലത്തിന്റെ അടുത്താണ്. അതല്ലേ? പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടാൻ വേണ്ടി അവിടെ വന്ന് താമസിക്കുന്നത്. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു തൊഴിലാണ്. തൊഴിലാണ്, സ്വയം തൊഴിലാണ്. പല സർവീസും ഉണ്ടല്ലോ. ഇത് പല സർവീസും ഞാൻ പഠിച്ചത്, ഞാൻ ആദ്യം നമ്മുടെ മൂലമറ്റ ഏഗേജ് ഇല്ലേ, അവിടെ ചന്ദ്രനാശാൻ എന്ന് പറഞ്ഞ ഒരു ആശാനുണ്ട്. ആശാന്റെ വർക്ക്ഷോപ്പിലാണ് ആദ്യമായിട്ടാണ് അദ്ദേഹം ടൂൾസ് എടുത്ത് തന്നത്. പിന്നെ ഈ പണിയെല്ലാം പഠിച്ചത് കുമ്മിളിയിൽ ഒരു കടയിൽ നിന്നാണ് ഈ ഇത്ര സർവീസ് ഞാൻ പഠിച്ചത്. പഠിച്ചിട്ട് പിന്നെ ഞാൻ സ്വയമായിട്ട് ചിന്തിച്ചു, നമ്മളൊരു കട ഇട്ടിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അതിന് ഒത്തിരി പണമൊക്കെ മുടക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് അപ്പൊ തോന്നി. അങ്ങനെയാണ് ഈ ഐഡിയ കൊണ്ട് വീടുകളിൽ പോയി നന്നായി കൊടുത്തോണ്ടിരിക്കുന്നത്. രാജൻ ചേട്ടാ, അപ്പം ഇതുപോലുള്ള തൊഴിലുകളിലേക്ക് മലയാളികളൊന്നും ഇപ്പൊ ഇറങ്ങുന്നില്ല. ഇത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണ്. മലയാളികൾക്ക് കഷ്ടപ്പെടാൻ താല്പര്യം കുറവാണ്. അതുകൊണ്ടാണ് ഇന്ന് ഭായിമാര് കേരളത്തിൽ വന്ന് ഇഷ്ടംമാര് അവർക്ക് പണിയുണ്ട്, മലയാളികൾക്ക് പണിയില്ല. അപ്പൊ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാലും പൈസ ഉണ്ടാക്കാം. നമുക്ക് ഏത് വീട്ടിൽ ചെന്നാലും ഒരു വാക്കത്തിയോ ഒരു അരിവാളോ കറിക്കത്തിയോ ഇല്ലാത്ത വീടില്ല. പിന്നെ ഒരു മിക്സിയോ ഗ്യാസ് സ്റ്റവോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഇന്ന് ഇല്ലാത്ത ഒരു വീടില്ല. അപ്പൊ നമ്മളിത് വിശ്വസിച്ച് നമ്മൾ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ദൈവം പണി തരും. നമുക്കുള്ള അരി പ്രശ്നം നടന്നോളും. പിന്നെ മലയാളികൾ ചെയ്യാൻ ഇച്ചിരി നാണക്കേടൊക്കെ വിചാരിക്കും. കാരണം ഇതെങ്ങനെ എടുത്തോണ്ട് വീടുകളിൽ പോയി ഒച്ചയെടുക്കണം. അപ്പൊ നാണക്കേടൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റിയ പണിയല്ല. ഇത് ഡീസന്റ് ആയ ഒരു പണിയല്ല. നമ്മളൊരു ഡീസന്റ് ആയ പണിയാണ്. പക്ഷെ അങ്ങനെ പണി ഡീസന്റ് എന്നല്ല, പണി ഡീസന്റ് ആണ്. ഞാൻ പറഞ്ഞത് വന്നത് വേറെ ഒരു രീതിയിലാണ്. അതായത് ഒരു നാണം ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ പണിയല്ല. എന്തിനും റെഡി എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പോവുക. എവിടെ വന്നാലും പൈസ ഉണ്ടാക്കാം. പൈസ ഉണ്ടാക്കാം, തീർച്ചയായിട്ടും. എന്റെ ഏരിയ ഞാൻ കറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞേക്കാം. കുളമാവ്, നമ്മുടെ പുള്ളിക്കാനം, വാഗമണ്ണ്, തൊടുപുഴ, വണ്ണപ്പുറം, കാളിയാറ്, തൊമ്മങ്കുത്ത്, ഈ മേഖലയിൽ വേറെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലായിടത്തും തൊടുപുഴ മൂലമറ്റ മേഖല എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയാണ്. നമ്പർ പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് വീഡിയോക്കകത്ത് കൊടുത്താലോ? കൊടുത്തേരെ, വീഡിയോ കാണുന്നവർക്ക് ഉപകാരമാണെങ്കിലോ. അപ്പൊ എന്റെ നമ്പർ ഞാൻ പറഞ്ഞേക്കട്ടെ പ്രേക്ഷകരെ, 87 78 82 00 52. ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ ലീക്ക് ആണെങ്കിൽ ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ വന്ന് നിങ്ങൾക്ക് ശരിയാക്കി തരും. മറ്റു പണികൾ താമസം വരും. പക്ഷെ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ അപകടം പിടിച്ചതാണല്ലോ. നമ്മുടെ ഈ ഏരിയയിൽ ഗ്യാസ് സ്റ്റവിനൊക്കെ രാത്രിയിൽ എന്ത് പ്രശ്നം വന്നാലും പോയി ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടാവും. രാജന്റെ ഫാമിലിനെ പറ്റി നമുക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ട്, അതിനെ പറ്റി പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് പിള്ളേരെ ഉണ്ടായത്. അതും 2 ഇരട്ടകള്, അമ്മലും വിമ്മലും. എന്നാ ദൈവം തന്നതല്ലേ, ഒരു പെങ്കൊച്ചും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി. അതും ആണായി പോയി. അവർ ആദിദേവ്, അങ്ങനെ 3 ആൺപിള്ളേരുണ്ട്. എല്ലാവരും ഹാപ്പി, ഒരു കുഴപ്പമില്ല. ദൈവം അനുകരിച്ച് ഇതുവരെ ഞാൻ ഈ വർക്ക് എടുത്തിട്ട് നമ്മുടെ കുടുംബം പട്ടിണി ആയിട്ടില്ല. കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണാമല്ലോ. അതുകൊണ്ടാണല്ലോ എന്നെ ഈ മൂലമെടുത്ത് സ്റ്റാർ രാജൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വേറൊരു പേരും കൂടി ഞാനൊരു റീൽസ് ഇട്ട് കഴിഞ്ഞപ്പോ ഒരു കൂട്ടുകാരൻ എനിക്കൊരു പേര് തന്നു, നിങ്ങൾ വെറും രാജനല്ല, സ്റ്റാർ രാജൻ. അപ്പൊ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ
ഇടുക്കി മൂലമറ്റം സ്റ്റാർ രാജൻ എന്നാക്കി. തംബ്നെയിലും അങ്ങനെ കൊടുത്തേക്കട്ടെ. അങ്ങനെ തന്നെ കൊടുത്തേ. നമുക്ക് വേറെ യാത്രകളൊക്കെ പോകണമെങ്കിൽ ഈ സാധനം എടുത്ത് മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഈ കമ്പി ഈ പൈപ്പല്ലേ, ഇവിടെ ഒരു ബോൾട്ട്, അതുപോലെ ഇപ്പുറത്തെ ഒരു ബോൾട്ട് ഉണ്ട്, ബോൾട്ട് ഉണ്ട്. 3 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ സാധനം മാറ്റി വെച്ചിട്ട് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ടൂറൊക്കെ പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് പോകും. വണ്ടി നമ്മുടെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ്. കൂടപ്പറപ്പല്ല, എന്റെ ജീവനാന്ന് കൂട്ട്. ഇവൻ കാരണമാണ് ഞാൻ ജീവിച്ചു തന്നെ പോകുന്നത്. അല്ലാതെ എനിക്ക് ഇത് ഇത്ര സാധനം ചുമന്നോണ്ട് ഓരോ വീടുകളിൽ ചെല്ലാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇത്രയും സമയം രാജൻ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. അതെ, വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്യുന്ന നമ്മുടെ രാജൻ ചേട്ടനെ കണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ മാക്സിമം ഷെയറും കമന്റിലൂടെ ഒക്കെ സ്നേഹം അറിയിക്കുക. പിന്നെ തൊടുപുഴ മൂലമറ്റം ഏരിയയിലുള്ളവർ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ മാക്സിമം വിളിച്ച് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആളുകളെയും കൊണ്ട് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. ജസ്റ്റ് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ.